നമ്മളിപ്പോൾ ഒപ്പിയിരിക്കുമ്പോൾ അറിയാമല്ലോ സ്മിതിക്ക് എത്ര കുട്ടികൾ വരും. ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ലിവിങ് ടുഗദറാണ്. എന്താ അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, അതിൻ്റെ പ്രോബ്ലംസ് അറിയണ്ടേ. ഈ ആകെ ഉള്ളത് എന്താ, ആകെ ഒരു എമർജൻസി ബില്ലുണ്ട്. അവിടെ ഇവിടെയൊക്കെ തോന്നിയമായിരിക്കും എമർജൻസി ബില്ലും കഴിക്കും. എന്നിട്ട് പീരീഡ് മിസ് ചെയ്യും, പീരീഡ് ഇറഗുലർ ആയിട്ട് ഓടി വരും. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനാളങ്ങ് പോയി കഴിഞ്ഞു. ഈ ഇലയും മുള്ളെന്നൊക്കെ പറയാനുള്ള പരിപാടി അത്. മുള്ള വന്ന് ഇവിടെ ഇരുന്ന് മുള്ളിൻ്റെ പാട്ടിനും പോയി. ഈ ഇല അത് അങ്ങനെയാണ് 5 മാസം വരെ പോയിട്ട് വീട്ടിൽ പോലും പറയാൻ ധൈര്യമില്ലാത്ത ആ കുട്ടിയായി മാറിയതേ ഒരു പ്രഗ്നൻസി. ഈ കൊച്ചു പിള്ളേർ ഈ 5 വയസ്സ് വരെയൊക്കെ കെട്ടിക്കൊണ്ട് സ്കേർട്ടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും, ആരും അറിയില്ല പ്രഗ്നൻസി. എന്നിട്ട് അവരാ പ്രീറ്റേം ഡെലിവറി ആയിട്ട് ആ കുട്ടി എത്ര കഷ്ടം സഹിച്ചിട്ടുണ്ട് ആ കുട്ടിയല്ലേ. അവരുടെ ഞാൻ വിചാരിച്ചു സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴേ ആ ഭാഗമൊന്നും ടച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാഡം കുറച്ചും കൂടെ പാരൻസിന്റെ സൈഡിൽ നിന്നും കൂടി ഇപ്പോൾ സപ്പോർട്ട് വേണം. സപ്പോർട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മളുടെ പാരൻസ് സംസാരിക്കുന്നില്ല ഇപ്പോൾ കുട്ടികളോട്. കാണുന്നില്ലല്ലോ. മെൻസസ് തുടങ്ങുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ട്. കുട്ടികൾ വളരെ നല്ല നോളജ് ഉണ്ട്, കാരണം അവർ പഠിക്കുന്നുണ്ട് നല്ല ലെവലിൽ. പക്ഷെ അവർക്ക് പാരൻസിനോട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും പേടിയില്ലായ്മയും വേണ്ടേ. ആ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പാരൻസ് കൊടുക്കണം. ഒരു പ്രോബ്ലം ഉണ്ട്. ബിക്കോസ് അവരുടെ കുട്ടികൾ പെർഫെക്റ്റ് ആവാൻ പാടുള്ളൂ. അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. വന്നാൽ അവർ സഹിക്കില്ല. അങ്ങനെയല്ലേ കുട്ടി. അല്ലെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ട് പേരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് പറഞ്ഞ അബോർഷൻ, ഏർലി അബോർഷൻ എത്ര വേഗം. നമ്മൾ അൺമാരിഡ് പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ 20 വരെ, ഇപ്പോൾ 24 ഒക്കെ വരെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എന്തുമാതിരി സഹായിച്ചു കൊടുത്തേനെ. ആ കുട്ടിയുടെ ലൈഫും കിടക്കുകയല്ലേ. ഇത് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇനി ആ കൊച്ചു എന്തായിട്ടുണ്ടാവും. പബ്ലിക്കുമായി പോയി, എല്ലാവരും അറിയുകയും ചെയ്തു. അത് നേരത്തെ പാരൻസിനോട് പറഞ്ഞു അത് അവർ നല്ല രീതിയിൽ ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു കുഞ്ഞിനും അത് മനസ്സിലായി തന്നെ. നമുക്ക് നല്ല രീതിയിൽ അതങ്ങ് മെഡിക്കലി ട്രീറ്റ് ചെയ്യാമായിരുന്നു. ഇതൊക്കെ അണ്ടർലൈൻ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എംപവേർഡ് ആവാൻ കേട്ടോ. സ്ത്രീകൾ എംപവേർഡ് ആണ്. നമ്മുടെ അടുത്ത് വരില്ലേ ഇപ്പോൾ ഈ അന്ന് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഏതോ ഒരു കുട്ടിയെ എന്തൊക്കെ ചെയ്തിട്ടില്ലേ, ഉത്തരയുടെ ആ പാമ്പിനെ കടുപ്പിച്ച് കൊന്നു നോക്കിയില്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊക്കെ രാജകീയ ഞാൻ ആലോചിക്കുക, പേഷ്യൻ്റ് വന്ന് പറയാം, മാഡം എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെയൊക്കെ തന്നെ, എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പൈസ മുഴുവൻ കൈ കൊടുക്കണം, അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ കുട്ടി പ്രഗ്നൻ്റാണ്, വയ്യാണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അതിപ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയും. അമ്മായിയമ്മയും കൂടെ കയറി പറയും. ഞാൻ പറയും നിങ്ങൾ ഗോ ആൻഡ് സ്റ്റേ സെപ്പറേറ്റ്. അയ്യോ മാഡം അങ്ങനെ എങ്ങനെയാണ്, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ എന്ത് വരും, കല്യാണം കഴിഞ്ഞ് വിട്ടേക്കല്ല, എൻ്റെ നീ ഇങ്ങനെ. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഓൾസോ. ഈ പെൺകുട്ടി എവിടെ എങ്ങനെ ഒറ്റയ്ക്ക് പോയി താമസിക്കും? മാഡം എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും കൂടെ പെൺകുട്ടികൾ പഠിക്കണം. ഈ കല്യാണത്തിന് മുമ്പ് ഞാനിപ്പോൾ ആരെ കണ്ടാലും ഞാൻ പറയും, പിള്ളേരെ കണ്ടാൽ പറയും, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ജോലി നിങ്ങളുടേതായിട്ടുള്ളൊരു സേ ഉണ്ടായിട്ടേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരോട് നേരിട്ട് പറയാം, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, അപ്പോൾ ഇൻകം ആണെങ്കിൽ തന്നെ അപ്പോൾ നേരിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നത്.